ഇപ്പോൾ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് സുഭാഷ്, ഇപ്പോൾ താങ്കളുടെ ഹിന്ദിയിലുള്ള ബൈറ്റ് കേട്ടു. ഇന്ന് കോടതിയിൽ എന്താണ് നടന്നത്? ഈ അടുത്ത ഒരു ഡേറ്റ് വളരെ നീട്ടിയാണ് തന്നിട്ടുള്ളത്. പ്രതിനിധി സംഘത്തിന് യമനിലേക്ക് പോകാനുള്ള ഒരു ആവശ്യം കോടതിക്ക് മുമ്പിൽ വെച്ചപ്പോൾ എന്തായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? ഹിന്ദിയിൽ മാത്രമല്ല മലയാളത്തിലും ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിലാണ് കേട്ടത്, പറഞ്ഞോളൂ. അപ്പൊ അതിൽ സ്വാഭാവികമായി ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ ദിവസമാണ്. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അറ്റോർണി ജനറൽ കോടതി മുമ്പാകെ വന്ന് നിലവിൽ നിമിഷപ്രിയയുടെ ഈ പറയുന്ന വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് 3 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് സുപ്രീം കോടതി മുമ്പാകെ നടത്തിയത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ കോടതി മുമ്പാകെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് ഒരു സംഘത്തെ അയക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിനകത്ത് 6 പേരുടെ സംഘത്തെ അയക്കാനാണ് ഞങ്ങൾ പറയുന്നത്. 2 പേര് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത്, 2 പേർ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത്, 2 പേർ ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ പ്രതിനിധികളായി ഉണ്ടാകണം. അങ്ങനെ ഒരു 6 അംഗ സംഘത്തെ അയക്കണം. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം കോടതി നൽകണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. സർക്കാർ പ്രതികളെ സംബന്ധിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാമെന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇക്കാര്യം വളരെ അനുഭവപൂർണ്ണമാണ് കോടതി സ്വീകരിച്ചത്. അതോടൊപ്പം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ആവശ്യമായ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് അറ്റോർണി ജനറൽ കോടതി അറിയിച്ചു. പക്ഷേ ആരുടെ ചർച്ചകളാണ് ഫലവത്താവുക എന്ന് അറിയില്ല എന്നുള്ള ഒരു കമന്റാണ് ബെഞ്ചിന്റെ ഭാഗത്ത് വന്നത്. എന്തായാലും സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ കേന്ദ്രം എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് അവിടെ കോടതിയിൽ പറയുകയുണ്ടായോ? കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ച സമയത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവിക പിന്നെ അമ്മ അവിടെയുണ്ട്, മാതാവ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മാതാവിന് ചർച്ചകൾ നയിക്കാവുന്നതാണ്. അപ്പോൾ അമ്മയുടെ ഒരു ഡൊമസ്റ്റിക് വർക്കർ ആണെന്നും അമ്മയ്ക്ക് ഭാഷാപരമായിട്ടുള്ള വെല്ലുവിളികളുണ്ടെന്നും മലയാളം മാത്രമേ അറിയുള്ളൂ. അവിടുത്തെ ആ രാജ്യത്തെ ഈ പറയുന്ന കൾച്ചറിനെ സംബന്ധിച്ചിട്ടും അവിടുത്തെ നടപടികളെ സംബന്ധിച്ചും അമ്മയ്ക്ക് പരിമിതികളുണ്ട് എന്ന് ഞങ്ങൾ കോടതി അറിയിക്കുകയുണ്ടായി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഞങ്ങൾക്ക് ഒടുവിൽ കേന്ദ്ര സർക്കാരിന് ഒരു അപേക്ഷ നൽകാൻ വേണ്ടി ഞങ്ങളോട് നിർദ്ദേശിച്ചു ഈ യാത്രാനുമതിക്കായി. അങ്ങനെ ഒരു അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അത് പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ ഞങ്ങൾ ആൾറെഡി തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഈ മർക്കസിന്റെ ഭാഗത്തുനിന്നുള്ള 4 പേരുകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആളുകളുടെ യാത്രാനുമതിക്കായി ഞങ്ങൾ അടിയന്തരമായി തന്നെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. ഇനിയുള്ള ഇടപെടലിന് എന്തെങ്കിലും പരിമിതി ഉണ്ട് എന്ന തരത്തിൽ കോടതിയിൽ ഈ അറ്റോർണി ജനറൽ എന്തെങ്കിലും പറയുകയുണ്ടായോ, അതോ നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നൊരു നിലപാടാണോ എടുത്തത്? ഇന്ന് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണം, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ മുതിർന്ന അഭിഭാഷകനായ അറ്റോർണി ജനറലിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാൻ വേണ്ടി സമയം ആവശ്യമുണ്ട്. ഇന്നിപ്പോ ഈ അടിയന്തരമായി പെറ്റീഷൻ കേട്ടുകൊണ്ട് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് അവിടേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചർച്ചകൾ നടത്തണം, അതിനാവശ്യമായ പ്രതിനിധി സംഘത്തെ അയക്കണം. ആ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേസ് മാറ്റിവെക്കുന്നതിന് എതിർപ്പില്ല എന്നുള്ള സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. സ്വാഭാവികമായും സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറാകുന്നത് എന്ന് ഞങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സുഭാഷ്, ഇന്നിപ്പോ കോടതിയിൽ നടന്ന സംസാരങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ച് 2 or 3 തവണ പരാമർശിക്കപ്പെട്ടെങ്കിൽ അറ്റോർണി ജനറൽ അതിലൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യം 3 തവണയെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അത് ഒരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ 4 തവണയാണ് ഞങ്ങളുടെ അഭിഭാഷകൻ ഈ സുപ്രീം കോടതി മുമ്പാകെ കാന്തപുരത്തിന്റെയും അദ്ദേഹത്തിന്റെ സംഘടനയുടെയും ഇടപെടലുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ആ പറയുന്ന സമയത്തൊന്നും ഒരിക്കൽ പോലും അതിനെ എതിർത്ത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട അറ്റോർണി ജനറൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ പോസിറ്റീവാണ് കാണുന്നത്. കാരണം ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബ്രീഫിങ്ങിനകത്ത് ചോദിക്കുന്ന സമയത്ത് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചതെങ്കിൽ ഇന്ന് അതിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, അറ്റോർണി ജനറലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതിനെ ഞങ്ങൾ പോസിറ്റീവായാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കേന്ദ്ര സർക്കാർ വളരെ സ്വാഗതം അല്ലെങ്കിൽ വീക്ഷിക്കുന്നുണ്ട്, അത് അക്നോളജ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ 3 ആഴ്ചത്തേക്കാണല്ലോ അഡ്വക്കേറ്റ് സുഭാഷ് ഇത് മാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം അവിടെ ഒരു തീയതി പറഞ്ഞിട്ടില്ല, തൽക്കാലത്തേക്ക് തീയതി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ ഒരു തീയതി ഒന്നും പറഞ്ഞിട്ടില്ല, പകരം ഈ ഡേറ്റിൽ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു നിലപാട് എന്തായിരിക്കുമെന്ന കാര്യത്തിലൊന്നും അറിയില്ല. അപ്പോൾ August 14 എന്ന് പറയുന്നത് ഒരു കുറച്ച് ദൂരെയാണ്, ടു ഫാർ എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു തോന്നലുമില്ല. കാരണം ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നല്ല വിശ്വാസമുണ്ട്. ഞാൻ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. ഇവിടെ ഒരു കേസ് എങ്ങനെ എടുപ്പിക്കണമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ, നാളെ ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഈ കേസ് കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറാകും. കാരണം
ഇതൊരു വധശിക്ഷയെ സംബന്ധിച്ചുള്ള കേസാണ്. എങ്ങനെയാണ് നമ്മൾ സുപ്രീം കോടതി മുമ്പാകെ അവധിക്കാല ബെഞ്ചിന് മുമ്പാകെ ഈ കേസ് ലിസ്റ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഫയൽ ചെയ്ത് അന്ന് 10:30 ആ കേസ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ആ 10:30 തന്നെ കോടതി അതിനകത്ത് അറ്റോർണി ജനറലിനോട് അടുത്ത ദിവസം ഹാജരാവാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ സെൻസിബിളായി കൈകാര്യം ചെയ്യാവുന്ന ജഡ്ജസും സംവിധാനവുമുള്ള സുപ്രീം കോടതിയാണ് നമ്മുടേത്. ഒരു അടിയന്തര സാഹചര്യം ഉരുത്തിരിയുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം, നേരത്തെ യാക്കൂബ് മേമന്റെ പോലെയുള്ള വധശിക്ഷയുടെ വിചാരണ അവരുടെ അപേക്ഷകൾ അർദ്ധരാത്രിക്ക് കേട്ട കോടതിയാണ് ഇന്ത്യൻ സുപ്രീം കോടതി. അതുകൊണ്ട് ഒരു അടിയന്തര സാഹചര്യത്തിൽ വേണമെങ്കിൽ അർദ്ധരാത്രിയും സമീപിക്കാവുന്ന സുപ്രീം കോടതിയാണ് എന്നുള്ള നല്ല ആത്മവിശ്വാസം നിയമസഭ ആക്ഷൻ കൗൺസിലുണ്ട്, അഭിഭാഷകൻ എന്ന രീതിയിൽ എനിക്കുണ്ട്. അത് ആ സമയത്ത് ഞങ്ങളാക്കും. ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് 14-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി അഡ്വക്കേറ്റ് സുഭാഷ്, ഇപ്പോൾ നേരത്തെ ഈ ക്രെഡിറ്റ് എടുക്കൽ തർക്കമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാന്തപുരത്തിന്റെ അവിടെ ഇടപെടുന്ന ആളുകളുടെ ഭാഗത്തുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ പലതും യമനി കുടുംബം അറിയുന്നുണ്ട്, അവർക്ക് അതിൽ അതൃപ്തി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളവർ നയതന്ത്ര തലത്തിൽ അപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായി ഇടപെടാൻ കഴിയുന്ന കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുള്ളവർ, ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുള്ളവർ, സർക്കാരിന്റെ അങ്ങനെ ഒരു കോമ്പിനേഷൻ പ്രവർത്തിച്ചാൽ ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ടോ? അങ്ങനൊരു കോമ്പിനേഷൻ, അങ്ങനെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിൽ വേണ്ടത്. ഇതിൽ ആർക്കും പരസ്പരം തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ ആരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അത്തരം യുദ്ധമോ ഉണ്ടാകരുത് എന്നുള്ളത് ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളും മർക്കസും ഒക്കെ അങ്ങനെ തന്നെയാണ്, സർക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചില തൽപര കക്ഷികൾ, അവരുടെ പേര് പറയുന്നത് കൊണ്ട് പോലും നമുക്ക് വിരോധമില്ല, സാമുവൽ ജെറോമിനെ പോലെയുള്ള അതല്ലെങ്കിൽ ദീപ ജോസഫിനെ പോലെയുള്ള ചില തൽപര കക്ഷികൾ, ബാബു ജോൺ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി നിന്നിരുന്ന ആളുകൾ, അവർ ഈ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഉത്തരവ് വരുമ്പോൾ, നിമിഷപ്രിയയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുമ്പോൾ അതുപോലും വ്യാജമായി ഉണ്ടാക്കിയ ഉത്തരവാണെന്ന് മാധ്യമങ്ങൾക്കകത്ത് വന്ന് പ്രതികരിച്ച് അത് വളരെ നെഗറ്റീവായ ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകുകയും പിന്നീട് ഇവർ തന്നെ പലപ്പോഴും, ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത് ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അവര് പുറത്തുവിടുന്ന വോയിസ് ക്ലിപ്പിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചില്ല. സഹോദരൻ എന്ന് പറയുന്ന ക്ലിപ്പിനകത്ത് ആവശ്യപ്പെടുന്നത് വധശിക്ഷ ഉടൻ നടപ്പാക്കണം, ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്ന ക്ലിപ്പാണ് അവർ മാധ്യമങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളത് സ്വാഭാവികമായും നിങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് നിമിഷയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം ഇത്തരത്തിലുള്ള കേരളീയ സമൂഹത്തിനകത്ത് നിന്ന് ഒരു വിഭാഗം ആളുകൾക്ക് ഇത്തരം പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സമീപനങ്ങളാണ് ഉണ്ടാകുന്നത്. അവരുടെ ഈ പ്രൊവോക്കേഷന് കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴുകുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് ഇവരെല്ലാം മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി, മർക്കസിന് വേണ്ടി നിങ്ങൾക്ക് ക്രെഡിറ്റ് വേണമെങ്കിൽ നിങ്ങളൊരു ലിസ്റ്റ് എഴുതി തന്നു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു ലിസ്റ്റ് എഴുതി തന്നു കഴിഞ്ഞാൽ ഇതിനുശേഷം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ അത് ഞങ്ങൾ ഇന്ന ആളുകളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഞങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് വേണ്ട, ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായുള്ള ആർക്കും വേണ്ട, മർക്കസിനും വേണ്ട എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആർക്കാണെങ്കിലും ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങളുടെ എല്ലാം പേരുകൾ ചേർത്തുകൊണ്ട് നിങ്ങളാണ് ഈ ഉദ്യമം വിജയിപ്പിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞോളാം. പക്ഷെ അതുവരെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, നിമിഷയെ ബുദ്ധിമുട്ടിക്കരുത്, ഈ ഉദ്യമത്തെ പരാജയപ്പെടുത്തരുത്. ഇന്നിപ്പോ കോടതി പറയുണ്ടായി നിമിഷയുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിമിഷയുടെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണമായി ഇടപെടാം എന്ന് പറയുമ്പോൾ നിമിഷയുടെ അമ്മയുടെ കൂടെയുള്ളത് ഈ പറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ്. ആ തരത്തിൽ അതൊരു ആശങ്കയാണോ സുഭാഷ്? അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ആശങ്കയല്ല. അത് ആ സാഹചര്യത്തിൽ ഞാൻ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനിൽ ഞാൻ തന്നെയാണ് ആരുടെ കൂടെ വിടുമെന്ന് ചോദിച്ച സമയത്ത് സാമുവൽ ജെറോമിന്റെ കൂടെ വിടാമെന്ന് പറയുന്നത്. അന്ന് ഞങ്ങളുടെ ഗതികേടായിരുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് മറ്റ് രണ്ടാമതൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ സഹായിക്കാൻ രണ്ടാമതൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ സഹായിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സാമുവൽ ജെറോമിനെയായിരുന്നു ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ സാമുവൽ ജെറോമിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സാമുവലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ്. പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്കകത്ത് വന്ന് ഈ ഉദ്യമത്തെ പരാജയപ്പെടുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത്. കാരണം ഇതെല്ലാം സമൂഹത്തിന്റെ ഇടയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന യമനി പണ്ഡിതന്മാരെയും അവരുമായി അടുത്ത ബന്ധമുള്ള ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഒക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അവിടുത്തെ ചർച്ചകളെ ദോഷകരമായും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ഉദ്യമങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഈ നിമിഷം കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ്. ഇപ്പോൾ ഇതുവരെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പോസിറ്റീവാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൂടുതൽ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇവരെ ഇത്തരത്തിൽ തർക്കങ്ങളിലേക്കോ പോകാൻ അവരെ പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അവർ തർക്കമുണ്ടാക്കട്ടെ, പക്ഷെ ഞങ്ങൾ അതിനോട് മിണ്ടാതിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യം നിമിഷയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞതിന്. ഇപ്പോൾ മർക്കസ് പ്രതിനിധി ശ്രീ ജവാദ് തുടരുന്നുണ്ട്. ശ്രീ ജവാദ്, ഇതാണ് ഇന്ന് കോടതിയിൽ നടന്നത്.
ഈ പറയുന്നത് പോലെ കാന്തപുരത്തിൻ്റെ പ്രതിനിധികളും ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളും സർക്കാരിൻ്റെ പ്രതിനിധികളും അടങ്ങുന്ന ഒരു സംഘമാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരിക്കും. കാരണം കാര്യങ്ങൾ പലതലത്തിൽ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും ഉചിതമായ വഴി. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടത്. കേന്ദ്രത്തോടാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇതിൽ അനുകൂലമായൊരു തീരുമാനം വരേണ്ടത്